ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നിപ്പോൾ എസ് എൽ സിയുടെ റിസൾട്ട് എല്ലാം അറിഞ്ഞല്ലോ അല്ലേ? എല്ലാവരുടെയും റിസൾട്ടൊക്കെ അറിഞ്ഞു. ഒരുപാട് കുട്ടികൾക്ക് അവർ വിജയിച്ച സന്തോഷത്തിലായിരിക്കും. ഒരുപാട് കുട്ടികളെ വിചാരിച്ച റിസൾട്ട് കിട്ടാത്ത നിരാശയിലായിരിക്കും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നും അല്ലല്ലോ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ. ഇനി പല രീതിയിലും പല എന്താ പറയുക വാർത്തകൾ കേൾക്കും. അതായത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെയായി ഇങ്ങനെയായി ഒക്കെ. പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മാർക്ക് എന്ന് വെച്ചാൽ ഇത് എസ് എൽ സി എക്സാം എന്നാൽ ഇതൊരിക്കലും ഒരു അവസാനത്തെ എക്സാം അല്ല. ഇനിയാണ് പഠനം തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയും ഇതുവരെയുള്ള A+ നോക്കിയിട്ട് കാര്യമില്ല, ഇനിയാണ് നോക്കേണ്ടത്, ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയും. പക്ഷേ പലരും A+ കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ പല കടുങ്കയും ചെയ്യുന്നവരും മാതാപിതാക്കൾക്ക് കാലാകാലം വിഷമങ്ങൾ അനുഭവിക്കുന്ന രീതിയിലായിത്തീരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിചാരിച്ചിട്ട്. കാരണം നിങ്ങളെക്കുറിച്ച് എത്രമാത്രം പ്രതീക്ഷയായിരിക്കും അല്ലേ? ഇപ്പോൾ ഈയിടെ ഒരു കഴിഞ്ഞ 9ാം ക്ലാസ് റിസൾട്ട് വന്നിട്ട് ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ന്യൂസ് കേട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കോൾ വിളിച്ചപ്പോൾ ഞാൻ മരിച്ച വീട്ടിലാണ്. ഇവിടുത്തെ ഒരു ജ്യേഷ്ഠൻ്റെ മോനെ 9ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന് ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കരഞ്ഞു കൊണ്ടാണ് ഫോണിലൂടെ സംസാരിച്ചത്. ഞാൻ അങ്ങനെ വിചാരിക്കും, എന്തായാലും അതൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ എന്തെങ്കിലും പറയും. ഒരു പക്ഷേ ശരിയാണ്, മക്കളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. മാർക്ക് കുറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ചീത്തയൊക്കെ പറയും. അത് പിന്നെ അവരുടെ അവകാശമല്ല, അവരിങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പൊന്നു മക്കൾ ആരും ഒന്നും ചെയ്യരുത്. ഇനിയിപ്പോൾ ഒരുപാട് A+ അല്ല, എത്രയൊക്കെ തന്നെയായാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരാണ്. അവർക്കൊരു വിഷമം കൊടുക്കരുത് ആരും നിങ്ങൾ. എന്തൊക്കെ തന്നെയാലും അതിനേക്കാൾ വളരെയധികം വിഷമകരമായൊരു വാർത്ത കൂടി കേട്ടോ. ഒന്നുമല്ല, SLC എക്സാം എഴുതിയ ബസില എന്ന പേരിൽ പെൺകുട്ടി, അതായത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്, ഇവിടുത്തെ അയൽവാസിയാണ്, ഇവിടെ മക്കളൊക്കെ പഠിച്ചവർ ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ക്യാൻസർ രോഗമായിരുന്നു. അപ്പോൾ ഈ കുട്ടിനോട് പറഞ്ഞു, നമുക്ക് പകരം എക്സാം എഴുതാൻ കഴിയില്ലെങ്കിൽ നമുക്ക് സ്ക്രൈബ് എഴുതിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പകരം ആളെ വെച്ചിട്ട് എഴുതിപ്പിക്കുമല്ലോ, അങ്ങനെ എഴുതിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ കുട്ടി പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ എഴുതിക്കൊള്ളാം. അങ്ങനെ ആ വേദന കടിച്ചമർത്തി അവൾ SLC എക്സാം മുഴുവനായിട്ട് അത് എഴുതി. അപ്പോൾ ഇന്ന് റിസൾട്ട് കിട്ടിയപ്പോഴേ അതിൻ്റെ ഉമ്മ വരെ സ്റ്റാറ്റസ് ഇട്ടിരിക്കണം. പക്ഷെ അതിനിടയിൽ ആ പൊന്നുമോള് മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവൾ പോയിട്ടോ. അതിൻ്റെ ഉമ്മ വരെ സ്റ്റാറ്റസ് ഇട്ടിരിക്കണം, എൻ്റെ പൊന്നുവിന് വിജയാശംസകൾ എന്ന് പറഞ്ഞിട്ട്. എന്താലേ, ആ പൊന്നുമോള് ഖബറിലാണെന്ന്. SLC എക്സാമൊക്കെ നല്ല ഉഷാറായി എഴുതിയതിൻ്റെ ശേഷം അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഉസ്താദ്, അവരുടെ ഫാമിലിപ്പെട്ട ഉസ്താദായിരിക്കും, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു, ഞങ്ങളുടെ റിസൾട്ട് കാണാൻ ഞങ്ങളുടെ പൊന്നും ഇല്ല, വേദന കടിച്ചമർത്തി എഴുതിയ എക്സാമായിരുന്നു, പക്ഷേ അത്രയും നല്ല മാർക്കും ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടായിട്ടും അത് കാണാൻ പോലും മോൾക്ക് വിധി ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിപ്പോയി അതൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ച റബ്ബേ, ആ കുട്ടിയുടെ ഖബറിടും. 15 വയസ്സുള്ള മോളാണ്, SLC പരീക്ഷ എഴുതി മരണപ്പെട്ടു. ഏതായാലും വല്ലാത്തൊരു സങ്കടം. ഉമ്മ പോലും സ്റ്റാറ്റസ് ഇട്ടു എൻ്റെ പൊന്നൂന് വിജയാശംസകളെന്ന് പറയുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാവും അവരുടെ മനസ്സിൽ. എന്നാൽ റിസൾട്ട് അറിയുവാനും അതിൽ ആഹ്ലാദിക്കുവാനും പൊന്നു മോളില്ല. ഇന്നിപ്പോൾ SLC പരീക്ഷ വിജയിച്ച പല കുട്ടികളും ഇവിടെ മിഠായി ആയിട്ടും ലഡു ആയിട്ടും അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഇവിടെ എൻ്റെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി SLC എക്സാം എഴുതിയിരുന്നു. അതുപോലെ തന്നെ അനിയൻ്റെ കുട്ടിയും എഴുതിയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ എളാപ്പാൻ്റെ മോളെ കുട്ടി, അങ്ങനെയൊക്കെ കുറച്ച് കുട്ടികളൊക്കെ എഴുതിക്കണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ട് മധുരങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരുമല്ലോ അല്ലേ. നേരത്തെ ഒരു കുട്ടി ഒരു ലഡു കൊണ്ടുവന്ന് തന്നു, പിന്നെ മിഠായി, അങ്ങനെയൊക്കെ പല സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഈ അത്രയും മാർക്ക് കിട്ടി ആ പെണ്ണ്, ആ കുട്ടിൻ്റെ അല്ലേ എത്രമാത്രം
മധുരം കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലൊരു പക്ഷേ കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഖബറിലല്ലേ. എന്തായാലും ആ മാർക്ക് ലിസ്റ്റേ കണ്ടപ്പോൾ ആ ഉമ്മയൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. പടച്ചറബ് അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. എന്തായാലും വല്ലാത്തൊരു സങ്കടം തോന്നിട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നിയതാണ്. കൂടെ ആ പൊന്നുമോളുടെ ഖബറിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ ബ്രാക്കറ്റിൽ പേര് ബജില എന്ന് എഴുതി പൊന്നു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അതുകൊണ്ട് ഞങ്ങളോട് ഷെയർ ചെയ്ത്. എന്തായാലും അവർക്ക് ക്ഷമ നൽകട്ടെ. ആ പൊന്നും മോളുടെ ഖബറുടെ വിശാലമാക്കട്ടെ. ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടുന്ന് അവൾ എഴുതിയ നല്ല ഉന്നത വിജയം അവൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പ്രതിഫലം അവൾക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം പ്രിയപ്പെട്ട കൂട്ടുകാരികളുടെ കൂടെ +1 ഇനി അവളില്ല. 10ാം ക്ലാസ് എക്സാം എഴുതി ഉന്നത വിജയത്തോട് നല്ല റിസൾട്ടോടു കൂടി പാസ്സായി അവൾ ഇന്ന് ഖബറിലാണ്. എന്തൊക്കെ തന്നെയാലും റബ്ബേ, ഞങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പോകേണ്ട ഒരു അവസ്ഥ റഹ്മാനെ ആർക്കും നീ തരല്ലേ അല്ലാ. അവർക്ക് നീ ക്ഷമ കൊടുക്കല്ല. പഠിച്ചവനെ പൊന്നുമോളുടെ ഖബർ ജീവിതം വിശാലമാക്കട്ടെ. അവൾക്ക് +1 പോകാൻ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞില്ല. പകരം അവൾക്ക് നല്ല കൂട്ടുകാരികളെ, സ്വർഗത്തിൽ നിന്നുള്ള കൂട്ടുകാരന്മാരെ അവൾക്ക് നീ നൽകി റഹ്മാനെ. ആമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ SLC ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ. എല്ലാ മക്കൾക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെ SLC എക്സാം എഴുതിയവരുണ്ട് ഒന്ന് കമൻ്റ് ഇടട്ടോ. ഇനി മക്കൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ നല്ല ഉന്നത വിജയം കൈവരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനിയാണല്ലോ തുടങ്ങുന്നത്, SLC വരെയല്ല, ഇതിന് ശേഷമുള്ള പഠനം എന്ന് പറഞ്ഞാൽ. നല്ല സീറ്റ് എല്ലാ സ്കൂളുകളിലും കിട്ടട്ടെ. അതുപോലെ തന്നെ കുട്ടികൾ ആഗ്രഹിച്ച രീതിയിലുള്ള അവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലൊക്കെ SLC എക്സാം എഴുതുകയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എല്ലാ മക്കൾക്കും നല്ല സീറ്റൊക്കെ കിട്ടി അവരാഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ലഭിക്കട്ടെ. അവരാഗ്രഹിച്ച രീതിയിലുള്ള പഠനം ലഭിക്കട്ടെ. എല്ലാവർക്കും പ്രൈവറ്റിൽ പോയി പഠിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല, സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഗവൺമെൻറ് തന്നെ കിട്ടുമല്ലോ പോലെ ഒരുവിധമൊക്കെ. എല്ലാവർക്കും നല്ല രീതിയിൽ +2 പഠിക്കുവാനും അതിലും ഉന്നത വിജയം നേടുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും പടച്ച റബ്ബ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂർ ഫാത്തിമ സ്റ്റോറി ഞാൻ പറയാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ന്യൂസ് അതിനെക്കുറിച്ച് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ എല്ലാവരും ഇട്ട് കണ്ടപ്പോഴേ വല്ലാത്ത സങ്കടം തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നൂർ ഫാത്തിമ സ്റ്റോറി നാളെ വിടുന്നതാണ് കേട്ടോ. ഓക്കെ.